മുരളിയേട്ടൻ എന്നും എൻ്റെ ഏട്ടൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തോട് മിണ്ടും, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പത്മജ വേണുഗോപാൽ നടത്തുന്ന ഈ വൈകാരിക പ്രതികരണം കേവലം ഒരു സഹോദര സ്നേഹപ്രകടനം മാത്രമല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു കരുനീക്കം കൂടിയാണ്. BJP-യിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ തനിക്കങ്ങനെ ഒരു സഹോദരി ഇല്ല എന്ന് കെ മുരളീധരൻ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ മാസങ്ങളോളം മൗനം പാലിച്ച പത്മജ ഇപ്പോൾ പൊങ്കാലക്കളത്തിലും അഭിമുഖങ്ങളിലും മുരളീധരനെ ഏട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തൃശ്ശൂരിലെ കരുണാകരൻ പക്ഷത്തെ വോട്ടർമാരുടെ മനസ്സലിവ് കാത്തിട്ടാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും എല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്, തനിക്കെന്ത് വേണമെന്ന് ആറ്റുകാലമ്മ തീരുമാനിക്കട്ടെ എന്ന് പത്മജ പറയുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് വരാനിരിക്കുന്ന തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളാണ്. ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് വിശ്വാസത്തെ പോലും രാഷ്ട്രീയ തട്ടകമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയ്ക്കാണ്. പൊങ്കാലയുടെ നടുവിലേക്ക് VD സതീശനും കുടുംബവും മന്ത്രി VN വാസവൻ്റെ നേതൃത്വത്തിലുള്ള CPM സംഘവുമൊക്കെ എത്തുമ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ തൻ്റെ രാഷ്ട്രീയ അതിജീവനം പയറ്റുകയാണ്. ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പത്മജ ഉന്നയിച്ച ഓരോ കാര്യവും പരിശോധിച്ചാൽ അവരിൽ നിന്നും നീറിപ്പുകയുന്ന കോൺഗ്രസ് വിരോധം വ്യക്തമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യുവനേതാക്കളുടെ ശൈലിയെയും VD സതീശൻ്റെ നിലപാടുകളെയും അവർ അതിരൂക്ഷമായാണ് ചോദ്യം ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മരിച്ചുപോയ അമ്മയെ അധിക്ഷേപിച്ചു എന്ന വൈകാരികമായ ഇരവാദം ഉയർത്തിപ്പിടിച്ചാണ് പത്മജ പ്രതിരോധം തീർക്കുന്നത്. എന്നാൽ ഇതേ അമ്മയുടെയും അച്ഛൻ്റെയും ആദർശങ്ങളെ BJP പാളയത്തിൽ കൊണ്ടുപോയി പണയം വെച്ച പത്മജയ്ക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ എന്തർഹതയാണ് ഉള്ളത് എന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുമുണ്ട്. വർഷങ്ങളോളം കെ കരുണാകരൻ്റെ മകൾ എന്ന ലേബലിൽ മാത്രം കോൺഗ്രസിൽ പദവികൾ അനുഭവിച്ച പത്മജ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ പടിയിറങ്ങിയത് വെറും അധികാരമോഹം കൊണ്ടല്ലേ എന്ന വിമർശനവും ശക്തമാണ്. തന്നെ തോൽപ്പിക്കാൻ സ്വന്തം പാർട്ടിയിലുള്ളവർ കൊട്ടേഷൻ എടുത്തു എന്ന് ആരോപിക്കുന്ന പത്മജ ജനപിന്തുണയില്ലാത്ത ഒരു നേതാവായി താൻ മാറിയത് എന്തുകൊണ്ടെന്ന് ആത്മപരിശോധന നടത്തുന്നുമില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ തണലിൽ മാത്രം വളർന്ന പത്മജ ഇന്ന് VD സതീശനെതിരെ വിരൽ ചൂണ്ടുന്നത് പരിഹാസ്യമാണ്. അധികാരമില്ലാത്ത കോൺഗ്രസിൽ തുടരുന്നതിനേക്കാൾ ലാഭം അധികാരമുള്ള BJP-യിലാണെന്നൊരു അവസരവാദ രാഷ്ട്രീയമാണവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ തയ്യാറാണെന്നവർ പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ ജനപ്രീതിയിൽ തൂങ്ങി രക്ഷപ്പെടാമെന്നൊരു വ്യാമോഹമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചെടുത്തത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അവിടെ അടിപതറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. BJP-യുടെ വോട്ട് വിഹിതത്തിലുണ്ടായ ഈ ഇടിവ് സുരേഷ് ഗോപിയെയും നേതൃത്വത്തെയും ഒന്നുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മജയെ മുൻനിർത്തി ഒരു പരീക്ഷണം നടത്താൻ സുരേഷ് ഗോപി നേരിട്ട് കളത്തിലിറങ്ങുന്നത്. BJP വോട്ടുകൾക്കൊപ്പം കരുണാകരനോടുള്ള പഴയ കോൺഗ്രസുകാരുടെ വികാരവും കൂടിച്ചേർത്താൽ വിജയിക്കാമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഇതിൻ്റെ ഭാഗമായാണ് മുരളീധരനെ വീണ്ടും ഏട്ടൻ എന്ന് വിളിച്ച് പത്മജ അടുക്കാൻ ശ്രമിക്കുന്നത്. മുരളീധരനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് വോട്ടർമാരിൽ ഒരു വിഭാഗത്തെയെങ്കിലും തന്നിലേക്ക് അടുപ്പിക്കാനുള്ളൊരു തന്ത്രം കൂടിയാണിത്. എന്നാൽ തനിക്കങ്ങനെ ഒരു സഹോദരി ഇല്ല എന്ന് മുരളീധരൻ പറയുമ്പോൾ അത് ആദർശപരമായൊരു നിലപാടാണ്. യഥാർത്ഥത്തിൽ പത്മജയുടെ ഈ നീക്കങ്ങൾ തിരിച്ചടിയാകാനാണ് സാധ്യത കൂടുതൽ. കരുണാകരൻ്റെ പാരമ്പര്യത്തെ BJP-ക്ക് അടിയറവ് വെച്ച ഒരാളെ തൃശ്ശൂരിലെ മതേതര വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പത്മജയുടെ വരവ് BJP-ക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് അവർ വീണ്ടും തൃശ്ശൂരിനായി വാദിക്കുന്നത്. ആറ്റുകാലമ്മയുടെ നടയിൽ എല്ലാം സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും പത്മജയുടെ ഓരോ വാക്കിലും പ്രതിഫലിക്കുന്നത് തനിക്ക് ലഭിക്കാതെ പോയ അധികാര കസേരകളോടുള്ള ആർത്തി മാത്രമാണ്. തൃശ്ശൂർ ജനതയുടെ വികാരം തനിക്കൊപ്പമാണെന്ന പത്മജയുടെ അവകാശവാദം എത്രത്തോളം ശരിയാണ് എന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തെളിയിക്കുക തന്നെ ചെയ്യും. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പത്മജയുടെ ഈ ഇരവാദം അത് വോട്ടായി മാറുമോ അതോ അവർ കൂടുതൽ ഒറ്റപ്പെടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. കേരളം കാത്തിരുന്ന് കാണേണ്ട ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തൃശ്ശൂർ ഇനിയുള്ള ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.